ഇതുപോലെ വെളിച്ചെണ്ണയിൽ തേങ്ങാക്കൊത്തും കറിവേപ്പിലേക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുക ബീഫ് റോസ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു ചിന്തയായിരിക്കും. കാര്യം തേങ്ങാക്കൊത്തിൻ്റെ ബീഫ് റോസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു വീക്ക്നെസ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇത് പുറത്ത് കടയിൽ നിന്ന് വാങ്ങണേക്കാളും 10 ഇരട്ടി ടേസ്റ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. 1-2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആദ്യം വേണ്ട നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീഫാണ്. കഴുകി വൃത്തിയാക്കി എടുക്കുക, ഉപ്പിട്ട് വേവിച്ചെടുക്കുക, വെള്ളം തീരെ ചേർക്കരുത്. 3-4 വിസിൽ കേൾക്കണ വരെ വേവിച്ചത് മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 10-15 അല്ലി വെളുത്തുള്ളി ആദ്യം ഇട്ടൊന്ന് മൂപ്പിക്കുക. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരിക്കലും ബീഫ് റോസ്റ്റിന് സവാള പ്രിഫർ ചെയ്യില്ല. കാര്യം നമ്മൾ ഒതൻറ്റിക് കേരള സ്റ്റൈൽ ബീഫ് റോസ്റ്റ് എന്ന് പറയുന്നത് ആ ചുവന്നുള്ളി ചേരുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ചുവന്നുള്ളി തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 2-3 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ കറക്റ്റ് പാകത്തിന് ഉള്ളിയായി കഴിഞ്ഞാൽ നമുക്കിതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ആ പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴന്നതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന ബീഫിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടോ, വെള്ളം നമ്മൾ തീരെ ചേർത്തില്ല, പക്ഷേ എന്നിട്ട് നല്ല തിക്കായിട്ട് ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ചാറിൽ വേണം ഈ ബീഫൊക്കെ ഒന്ന് കുറുക്കിയെടുക്കാനായിട്ട്. അതാണ് നമ്മുടെ റോസ്റ്റിൻ്റെ ടേസ്റ്റ്. അതാണ് വെള്ളം നമ്മൾ പുറത്തുനിന്ന് ചേർക്കുന്നേ ഇല്ല. അതായത് ഒരു 10-15 മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിൽ ആ ബീഫിനെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളിലേക്ക് കറക്റ്റായിട്ട് ആ മസാലയും എരിവൊക്കെ പിടിച്ച് വരുമ്പോൾ ഒരു മണമുണ്ട്. കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇനിയാണ് നമ്മൾ ആദ്യം കണ്ട കലാപരിപാടി. അതായത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് തേങ്ങാക്കൊത്തിട്ട് നല്ലോണം തേങ്ങാക്കൊത്ത് ആദ്യം മൂപ്പിച്ചെടുക്കുക. തേങ്ങാക്കൊത്ത് മൂത്ത് വരുന്ന സമയത്ത് ലൈറ്റ് ബ്രൗണൊക്കെ ആവുന്ന സമയത്ത് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് മൂപ്പിച്ച് നമ്മുടെ ബീഫിലേക്ക് ഇടുമ്പോൾ നമ്മളുടെ കേരളത്തിൽ സത്യം മലയാളികളുടെ ഒരു 95% ഇഷ്ടഭക്ഷണത്തിലൊന്നായിരിക്കും ബീഫ് റോസ്റ്റ് അല്ല തേങ്ങാക്കൊത്തിട്ടത്. അപ്പോൾ ഇത്രയും ടേസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി പുറത്ത് ഒരു കടകളെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞ 1-2 പോയിന്റ് മാത്രം ഓർത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി കഴിക്കുന്നതിന് മുന്നേ കുറച്ച് മല്ലിയില കൂടെ ചേർത്തെടുക്കാം. ചിലർക്ക് മല്ലിയില ഇഷ്ടമാവാത്തവർ വേണ്ട, ചേർക്കണ്ട. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അവിടെ കുറേ കുഞ്ഞു വീഡിയോസ് ഉണ്ട്, അതെല്ലാം ഒന്ന് കാണുക. അടുത്ത വീഡിയോസ് ആയിട്ട് വരുന്നവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ.